പാലാ നഗരസഭയുടെ ഭരണസാരഥ്യം UDF അപ്രതീക്ഷിതമായി പിടിച്ചെടുക്കുമ്പോൾ അത് ജോസ് കെ മാണിക്കും ഇടതുമുന്നണിക്കും ഏൽപ്പിക്കുന്നത് രാഷ്ട്രീയമായ കനത്ത പ്രഹരമാണ്. ബിനു പുളിക്കക്കണ്ടത്തെയും കുടുംബത്തെയും വെറും നിസ്സാരക്കാരായി കണ്ട് തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതൃത്വവും ഇപ്പോൾ ആ തീരുമാനത്തിൽ അങ്ങേയറ്റം ഖേദിക്കുന്നു എന്നതാണ് പാലായിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. ജോസ് കെ മാണിയുടെ കടുംപിടുത്തത്തിനും രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങി ബിനുവിനെ അന്ന് പുറത്താക്കിയതാണ് ഇന്ന് പാലാ നഗരസഭയുടെ ഭരണം തന്നെ ഇടതുപക്ഷത്തിന് പൂർണ്ണമായും നഷ്ടമാക്കാൻ ഇടയാക്കിയ പ്രധാന ഘടകം. സംസ്ഥാനത്തൊട്ടാകെ തകർന്നടിഞ്ഞു നിൽക്കുന്ന CPMന് പാലാ പിടിച്ചെടുക്കാൻ സാധിച്ചാൽ അത് വലിയ നേട്ടമാകുമെന്ന് കരുതി മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടെങ്കിലും ആ നീക്കങ്ങളെല്ലാം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. പാലാ നഗരസഭയിൽ സ്വതന്ത്രനായി മത്സരിച്ച് മികച്ച വിജയം നേടിയ ബിനു പുളിക്കക്കണ്ടം, മകൾ ദിയ, സഹോദരൻ ബിജു എന്നിവർ UDFന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ കോട്ടയിൽ വലിയ വിള്ളലാണ് വീണിരിക്കുന്നത്. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ദിയ പുളിക്കക്കണ്ടം പാലായുടെ പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ സമാനതകളില്ലാത്ത മാറ്റത്തിന്റെ തുടക്കമാവുകയാണ്. തങ്ങളെയും കുടുംബത്തെയും രാഷ്ട്രീയമായി ഒതുക്കാൻ ശ്രമിച്ച ജോസ് കെ മാണിക്ക് ബിനു പുളിക്കക്കണ്ടം നൽകുന്ന ശക്തമായ മറുപടിയാണ് പിണറായിക്ക് ആപ്പുവെച്ച ഈ 21-കാരിയുടെ സ്ഥാനാരോഹണം. പാലാ പിടിച്ചെടുക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയ CPMന്റെയും മുഖ്യമന്ത്രിയുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് ഈ യുവ നേതാവ് അധികാരത്തിലേക്ക് എത്തുന്നത്. ബിനുവിനെയും സംഘത്തെയും ഇടതുമുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മന്ത്രി VN വാസവൻ പാലായിൽ ക്യാമ്പ് ചെയ്ത് ചർച്ചകൾ നടത്തിയിരുന്നു. ജോസ് കെ മാണിയുമായി കടുത്ത ശത്രുതയിലുള്ള പുളിക്കക്കണ്ടം കുടുംബത്തെ അനുനയിപ്പിക്കാൻ ജോസിനെ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിയാണ് രഹസ്യ നീക്കത്തിന് മുഖ്യമന്ത്രിയും വാസവനും ചുക്കാൻ പിടിച്ചത്. സ്വന്തം തട്ടകത്തിൽ ജോസ് കെ മാണിയെ മാറ്റി നിർത്തി വാസവൻ നടത്തിയ ഈ നീക്കം മാണി ഗ്രൂപ്പിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയെങ്കിലും അധികാരം പിടിക്കാൻ CPM ഇത് അവഗണിക്കുകയായിരുന്നു. എന്നാൽ ജോസ് കെ മാണിയെ ഭയന്ന് മുൻപെടുത്ത തെറ്റായ തീരുമാനങ്ങളും അദ്ദേഹത്തിന് നൽകിയ അമിത പ്രാധാന്യവുമാണ് ബിനുവിനെ ഇടതുമുന്നണിയിൽ നിന്ന് പൂർണ്ണമായും അകറ്റിയത് എന്ന ബോധ്യത്തിലായിരുന്നു CPMന്റെ ഈ ഗൂഢനീക്കം. കുന്നോളം വാഗ്ദാനങ്ങളുമായി വാസവൻ ബിനുവിനെ സമീപിച്ചെങ്കിലും അത് വെറുതെയാവുകയായിരുന്നു. 26-അംഗ ഭരണസമിതിയിൽ 12 അംഗങ്ങളുള്ള LDFന് ഭരിക്കണമെങ്കിൽ സ്വതന്ത്രരുടെ പിന്തുണ അനിവാര്യമായിരുന്നു. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരും കോൺഗ്രസ് വിമതയായി ജയിച്ച മായയും ചേർന്നതോടെ UDF ഭരണമുറപ്പിച്ചു. പുളിക്കക്കണ്ടം കുടുംബം തങ്ങളുടെ വാർഡുകളിൽ ജനസഭ വിളിച്ചു നടത്തിയ ചർച്ചയിൽ ഭൂരിപക്ഷവും UDFനൊപ്പം പോകാനാണ് ആവശ്യപ്പെട്ടത്. വനിതാ സംവരണമായതിനാൽ ദിയയെ ചെയർപേഴ്സൺ ആക്കണമെന്ന ബിനുവിന്റെ ആവശ്യം ഇടതുപക്ഷം അംഗീകരിക്കാമെന്ന് ഏറ്റിട്ടും ജോസ് കെ മാണിയുടെ പിൽക്കാല ഇടപെടലുകളെ ഭയന്ന് ബിനു ആ വാഗ്ദാനം നിരസിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. UDFനുള്ളിലെ കോൺഗ്രസ് കൗൺസിലർമാർക്കിടയിൽ ചില ആശങ്കകൾ നിലനിന്നിരുന്നെങ്കിലും ബിനുവിനെ ചേർത്ത് പിടിച്ച് ഭരണം പിടിക്കാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞു. ബിനു പുളിക്കക്കണ്ടത്തെ പുറത്താക്കി ജോസ് കെ മാണിയെ എല്ലാ വിധത്തിലും പ്രീണിപ്പിക്കാൻ ശ്രമിച്ച പിണറായി സർക്കാരിനും CPMനും പാലായിൽ കിട്ടിയത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ്. വാസുവിന്റെ നേതൃത്വത്തിൽ നടന്ന അവസാനവട്ട ചർച്ചകളും മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്ലാനുകളും അൻപേ പരാജയപ്പെട്ടു. ബിനുവിന്റെ കരുത്തും ആ കുടുംബത്തിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും UDFന് അനുകൂലമായതോടെ വരും ദിവസങ്ങളിൽ പാലായിലും ഇടതുമുന്നണിക്കുള്ളിലും ജോസ് കെ മാണിയുടെ പ്രസക്തി വീണ്ടും ചോദ്യം ചെയ്യപ്പെടുമെന്ന് രാഷ്ട്രീയ ലോകം ഉറച്ചു വിശ്വസിക്കുന്നു. വിശ്വസ്തനായ ഒരു നേതാവിനെ തള്ളിപ്പറഞ്ഞതിന്റെ വിലയാണ് ഇന്ന് പാലാ നഗരസഭയുടെ അധികാരം നഷ്ടപ്പെട്ടതിലൂടെ CPMന് നൽകേണ്ടി വന്നിരിക്കുന്നത്. മാണി സാറിനെ പോലൊരു രാഷ്ട്രീയ ചാണക്യൻ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ മകന്റെ ഈ രാഷ്ട്രീയ പതനവും ഭരണനഷ്ടവും ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു എന്ന വിലയിരുത്തലുകൾ പാലായിൽ ഇപ്പോൾ ശക്തമാണ്.